Greetings everyone. ഞാൻ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോ വളരെ ഷോർട്ടാണ്, അതേപോലെ ക്ലിപ്സൊക്കെ വളരെ കുറവാണ്. അതിന് ഞാൻ സോറി ചോദിക്കുന്നു. ബിക്കോസ് എൻ്റെ വർക്ക് ഷെഡ്യൂളായിട്ടാണ് ഞാൻ വെരി നെക്സ്റ്റ് ഡേ ആണ് ബാംഗ്ലൂർ പോകാനായിട്ടെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി എൻ്റെ ഹെൽത്ത് കുറച്ച് വീക്കായിരുന്നു. ബാംഗ്ലൂർ എത്തി അവിടുത്തെ പെട്ടെന്നുള്ള സഡൻ ക്ലൈമറ്റ് ചേഞ്ചും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ ടോട്ടലി വീക്കായിപ്പോയി. അതുകൊണ്ട് സത്യത്തിൽ എനിക്ക് ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോലും എനിക്ക് പ്രോപ്പറായിട്ട് പറ്റിയില്ല. അത്രമാത്രം വീക്കായിപ്പോയി എൻ്റെ ഹെൽത്ത്. പിന്നെ പോയത് കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കൊച്ചു കൊച്ചു ഷോപ്പിങ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് കൊണ്ട് എടുത്ത കുട്ടി കുട്ടി വീഡിയോസ് വളരെ പെർഫെക്റ്റായിട്ടല്ലെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് ഫസ്റ്റ് ചെല്ലുന്നത്. അപ്പോൾ ആ കിടന്ന ഫ്ലൈറ്റാണ് ഞങ്ങൾ പോകാനിരുന്നത്, ഇൻഡിഗോ. ഏറ്റവും ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡിഗോയ്ക്ക് ഫസ്റ്റ് ഒരു താങ്ക്സ് പറയട്ടെ. കാര്യം ഞങ്ങളുടെ ബാംഗ്ലൂർ ഞങ്ങളെ എത്തിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ട് തോന്നി ആ സമയത്ത്. 3rd ടൈം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇൻഡിഗോന്ന് ടിക്കറ്റ് ഓക്കെ ആവുന്നത് ഞങ്ങൾക്ക്. അതും സ്ട്രെയിറ്റ് എയർപോർട്ടിൽ പോയിട്ട് ടിക്കറ്റ് കൺഫേം ചെയ്യേണ്ടി വന്നു. 1 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ ട്രാവൽ ചെയ്യുന്നതിൻ്റെ തലേന്ന് നൈറ്റ് ആയപ്പോൾ ടിക്കറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഞങ്ങൾ സത്യത്തിൽ പെട്ടെന്ന് പാനിക്കായിപ്പോയി. അത്രയും ഫണ്ട് പോകുന്നു, പിന്നെ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്, പോകണോ അതോ ക്യാൻസൽ ചെയ്യണോ എന്നൊക്കെ ഒരു ഡൗട്ടായിപ്പോയി. വീണ്ടും ഞങ്ങൾ എല്ലാവരും അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതും അന്ന് വൈകുന്നേരം ആയപ്പോൾ അതും ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ സ്ട്രെയിറ്റ് ചെന്ന് ആ ഇടിയും ബഹളവും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റ് കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോയത്. അപ്പോൾ അവിടെ എത്തിച്ചതിന് ഇൻഡിഗോയ്ക്ക് താങ്ക് യു പറയാം. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട് പോകാനായിട്ട്. അങ്ങനെ ഊബർ വന്നു, ഞങ്ങളങ്ങനെ പോയി. വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ്നപ്പായി. അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. കാര്യം ഞങ്ങളുടെ പ്ലാനിൽ ഒരു ഡേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി ഈ ഫ്ലൈറ്റിൻ്റെ ഡിലേ ഒക്കെ കാരണം. അങ്ങനെ ഞങ്ങൾ മെട്രോയിലാണ് ട്രാവൽ ചെയ്തത്. മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ മെട്രോയിലാണ് പോയത്. ബാംഗ്ലൂരിലെ ട്രാഫിക് കാരണം മെട്രോ ആണ് നല്ല ഓപ്ഷൻ എന്ന് തോന്നിയിട്ട് അതിൽ ട്രാവൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് വൈകി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ്ലി ലൈറ്റ്സൊക്കെ കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുകയായിരുന്നു ആ സ്ട്രീറ്റ്. കാര്യം ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെയൊക്കെ ടൈം ആയപ്പോഴത്തേക്കും നല്ല ബിസി സ്ട്രീറ്റാണ്. അവിടെ ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ കണക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല ആളുണ്ടാവും, അങ്ങനെയല്ലല്ലോ. ബാംഗ്ലൂരൊക്കെ എപ്പോഴും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സിറ്റിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. വളരെ പോഷ് ഏരിയ ആണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അങ്ങനെ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ ഓരോരോ ഷോപ്പുകളായിട്ടൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് അതൊക്കെ അവിടെ നിന്ന് കുട്ടി കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് December 5th കളംകാവൽ എന്ന മമ്മൂട്ടി സാറിൻ്റെ മൂവി റിലീസായിരുന്നല്ലോ. അതിനകത്ത് സാറിൻ്റെ കൂടെ എനിക്കും ഒരു കുഞ്ഞു റോള് ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു. അപ്പോൾ അന്നത്തെ എൻ്റെ മെയിൻ ലക്ഷ്യം കളംകാവൽ മൂവി കാണണം എന്നുള്ളത് തന്നെയായിരുന്നു. കളംകാവലിന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് വൈകിട്ടാണ്. ഒരു 4:15 ഷോയ്ക്കാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പം അതുവരയ്ക്കും ഡേ സ്പെൻഡ് ചെയ്യണമല്ലോ. ആ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവിടെ മല്ലേശ്വർ എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് ഞങ്ങൾ പോയത്. അവിടെ എന്താ പറയുന്നത്, സാധാരണ ആൾക്കാർക്ക് പോലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്.
ഡ്രസ്സസ് ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ചെരുപ്പുകളാണെങ്കിലും മാർക്കറ്റ് ഏരിയ ആണ്. പൂക്കളൊക്കെ വളരെ കളർഫുള്ളായിട്ടുള്ള പലതരം ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ ഫ്ലവേഴ്സൊക്കെ ഞാൻ അവിടെ കണ്ടു സത്യത്തിൽ. അതേപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം ഫ്രഷായിട്ട് ഫീൽ ചെയ്തു. അതൊന്നും നമുക്ക് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. കണ്ടപ്പോൾ വളരെ ഫ്രഷായിട്ടാണ് തോന്നിയത്. അങ്ങനെ വളരെ ബിസി സ്ട്രീറ്റാണ്, ആസ് ഓൾവേസ് വളരെ ബിസി സ്ട്രീറ്റാണ്. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ മനസ്സിലൊക്കെ അപ്പോഴും കളം കാവൽ എന്നെ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണിക്കുന്നതാണ്, അത് കാണണം എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഷോപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല, എൻ്റെ മൈൻഡിൽ ഫുള്ള് ഇതായിരുന്നത് കൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് മൂവി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഒറിയോൺ മാളിൽ ഞങ്ങളെത്തി. അവിടെയാണ് PVRലാണ് ഞങ്ങൾ മൂവി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, തിയേറ്ററിൻ്റെ അകത്ത് കയറി. അപ്പോൾ ബാംഗ്ലൂരാണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾ കുറവായിരുന്നു, കുറച്ചല്ല അധികം ആൾ കുറവ് തന്നെയായിരുന്നു. അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എന്നെ കണ്ട സന്തോഷത്തിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ലുലു ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ്. ലുലുവിൽ പോകണം, ലുലുവിൽ കറങ്ങണം. അങ്ങനെ ഞങ്ങൾ ലുലുവിലൊക്കെ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഹെൽത്തൊക്കെ വളരെ വീക്കായി കേട്ടോ. ഞാൻ ടാബ്ലറ്റിൻ്റെ പുറത്താണ് ഞാൻ നിന്നത് തന്നെ. വളരെ വീക്കായി എൻ്റെ ബോഡി. എനിക്ക് ബ്രെത്തിൻ്റെ ചെറിയ സഫോക്കേഷനും ബ്രെത്തൊക്കെ പ്രോപ്പറായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്ര തണുപ്പായിരുന്നു അവിടെ. അതൊന്ന് അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്ത് ടോട്ടലി ടയേർഡായിട്ടാണ് പോയത്. അപ്പോൾ ക്രിസ്മസിനെ വെൽക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അവിടെ ലുലുവിലൊക്കെ. ഒരുപാട് നല്ല ഡെക്കറേഷൻസ് കണ്ടു. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റാച്യു പോലെ നിന്നിട്ട് വളരെ ക്യൂട്ടായിരുന്നു അത്. അങ്ങനെ ലുലുവിൻ്റെ അകത്ത് കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ ഗെയിം ഏരിയയിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഹെൽത്ത് പറ്റാത്തത് കൊണ്ട് കയറിയില്ല. പിന്നെ അകത്ത് കയറിയാൽ നമ്മളെ അത് ഗെയിം കളിക്കാനൊന്നും അവർ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. കുറച്ച് ഡ്രസ്സസൊക്കെ അവിടെ നിന്ന് എടുത്തു. അമ്മയ്ക്കും 1-2 ടോപ്പും ചുരിദാറും ഒക്കെ വാങ്ങി. അങ്ങനെ അവിടെ നിന്നൊക്കെ കണ്ട്. പിന്നെ എനിക്കിതാ ഈ കുട്ടി ടോയ്സ് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെയുള്ള മിനിയേച്ചർ ടോയ്സൊക്കെ. അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പോഴത്തേക്കും ക്രിസ്മസിനെ വെൽക്കം ചെയ്യുന്ന ലൈറ്റ്സൊക്കെ ഓണായി. അങ്ങനെ ഇതാ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് അതിനൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ കണ്ടു. അമ്മയുടെ എൻ്റെയൊക്കെ 1-2 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞു. തിരിച്ച് ട്രെയിനിലാണ് വന്നത്. ട്രെയിനിലങ്ങനെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി ബാംഗ്ലൂർ ട്രിപ്പ്. ഇനിയും നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ടാറ്റാ.